ആദ്യമേ കവറിൽ നിന്ന് ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്. അത് പൊട്ടിച്ചെടുത്ത് വെള്ളത്തിൽ ഇടുക. ആ ടോഫുവിന്റെ കവറിലുള്ള വെള്ളം കളയണം കംപ്ലീറ്റ്ലി. എന്നിട്ട് അത് പാറ്റ് ചെയ്ത് ഇതിലെ മോയ്സ്ചർ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ചീകി ഇതിനെ പൊടി പൊടിയാക്കി എടുക്കണം. എങ്ങനെയായാലും ഞാൻ മറ്റേ ചീകുന്ന സാധനത്തിൽ ഇപ്പോൾ ഇട്ടൊന്ന് പിടിക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ നോൺ വെജുകാർ എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പി നോക്കിയാണ് ഞാൻ ഈ ടോഫു ബർജി ഉണ്ടാക്കുന്നത്. അത്ര ഉള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ടോഫു ഞാൻ ഇതിൻ്റെ ഏറ്റവും ചെറിയ ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പോകാം. ഞാൻ ജീരകം ഇട്ടിട്ടുണ്ട്. കടുക വേണ്ടെന്നുള്ളവർക്ക് കടുക് ഇടാം. ഞാൻ ജീരകമാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഉള്ളി ഞാൻ ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ചെറിയ ഉള്ളിക്ക് നല്ല തണുപ്പാണ്. ഞാൻ ചെറിയ ഉള്ളിയാണ് പൊടിയായിട്ട് അരിഞ്ഞിട്ടത്. അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇടാം. നമ്മുടെ അമ്മമാരൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ സീസൺ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെയുള്ള എൻ്റെ ഒരു പാടാണ് ഈ ചൂടുകാലത്ത് ചെറിയ ഉള്ളി ധാരാളം കഴിക്കുമ്പം അത് തണുപ്പ് കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നിറയെ. അപ്പം അതൊന്ന് മൂക്കട്ടെ കേട്ടോ. മഞ്ഞപ്പൊടി മുളക് പൊടിയാണ് ഇട്ടത്. നമുക്ക് പൊടികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പൊടികൾ, നമുക്ക് ക്യൂട്ടായിട്ടുള്ള പൊടികൾ ഇടാം. ഞാൻ കുറച്ച് മല്ലിപ്പൊടി മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ ഞാൻ പറഞ്ഞില്ല, അവനവന് ഇഷ്ടമുള്ള പൊടികൾ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. പിന്നെ ഇത് മിക്സ്ഡ് ഹെർബ്സ്, ഇറ്റാലിയൻ ഇതിനൊക്കെ പറ്റുന്നതാണ്. ഞാൻ ഇത് കിട്ടിയ പിന്നെ എല്ലാം മെഴുക്കുവരട്ടിക്ക് വരെ ഞാൻ ധാരാളം ഇത് ചേർക്കാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പം അതേ പറഞ്ഞ പൊടികളൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് കസ്തൂരി മേത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ മല്ലി, ഏലാൻ, കരിവേപ്പില ഒന്നും ഇല്ല. കാരണം അതൊക്കെ മേടിച്ച് വെച്ചാലും പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോകും. അപ്പം ഇതിലുള്ളത് കസ്തൂരി മേത്തിയുടെ ലീവ്സ് ആയിരുന്നു, ഉണക്കിയത്. അത് ഇട്ടിട്ടുണ്ട്, പൊടിച്ചിട്ടിട്ടുണ്ട്. ടോഫു ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ നോക്കട്ടെ ഒഴിച്ചു കൊടുക്കുന്നത്. ടോഫു ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഉടനെ എടുക്കാൻ പറ്റും. കാരണം അതിനധികം എന്താ പറയുക, അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ടോഫു നമ്മൾ ഗ്രേറ്റ് കൂടെ ചെയ്തല്ലേ ഇട്ടിരിക്കുന്നത്. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ടോഫു ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണ്, ഹെൽത്തി പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് നമുക്ക് വേണമെങ്കിൽ വെറുതെ ഇങ്ങനെ കുക്ക് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് റൈസിന് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ചപ്പാത്തിക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് അകത്ത് വെച്ചിട്ട് റോൾ ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ മേളിൽ സ്പിനാച്ചൊക്കെ വെച്ചിട്ട് ഇത് വെച്ചിട്ട് വേറൊരു ബ്രെഡ് വെച്ച് സാൻഡ്വിച്ച് ആക്കി കഴിക്കാം. സോ അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട് ഇങ്ങനെ ഒരു ബുർജി ഉണ്ടാക്കി കഴിഞ്ഞാൽ. പിന്നെ അത് പ്രോട്ടീനേഷ്യസുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിന്ന് ടോഫു ബുർജിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കൂട്ടാന് സാമ്പാർ,